So web software engineering. Okay, so web software engineering ഉദ്ദേശിക്കുന്നത് we want to create in this module, we want to create a web application and deployment of that web application. അതാണ് പഠിക്കുന്നത്. So what are the different characteristics of web application and how to develop a web application, how to test it and how to deploy it. Okay. പിന്നെ യൂസേജ്, ഹൗ ടു മെയിൻറ്റെയിൻ ദ വെബ് ആപ്ലിക്കേഷൻ, ഹൗ ടു ഡിസൈൻ ഇറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി ഇത് ഇന്റർനെറ്റ് യെസ് ഓക്കെ ഗുഡ് ഇന്റർനെറ്റ് ഡിപ്പെൻഡ് ആണല്ലോ. വെബ് എന്ന് പറയുമ്പം ഇന്റർനെറ്റ് വേണമല്ലോ. അപ്പം ടെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തും എങ്ങനെ ഇതിനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ള സംഭവമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കുക, വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ദാറ്റ് ഈസ് വെബ് ആപ്ലിക്കേഷൻ, ക്രിയേറ്റിംഗ് എ വെബ് ആപ്ലിക്കേഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ. അപ്പൊ ഈ വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് ഇവരൊരു ലെയേർഡ് ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് മോണോലിത്തിക്. ഓക്കെ, ലെയേർഡ് ആർക്കിടെക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇറ്റ് ഫോളോസ് എ ക്ലയന്റ് സെർവർ റിലേഷൻഷിപ്പ്. The client is requesting something and the server responds. Client request a web page, server response. അപ്പൊ ആ ഒരു സംഭവമാണ്. മോണോലിത്തിക് എന്ന് പറയുമ്പോൾ അതൊരു സെൽഫ് സെൻട്രിക് ആണ്. അതിലൊരു സ്പെസിഫിക് ആയിട്ട് ഉള്ള ഒരു ഇതിനു വേണ്ടിയാണ് ഈ മോണോലിത്തിക് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോളോയിങ് എ മോണോലിത്തിക് ആപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് ആക്ച്വലി എ ലെയേർഡ് അപ്രോച്ച്. ഇറ്റ് യൂസസ് എ ലെയേർഡ് അപ്രോച്ച്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ web software could be meant for the internet. അപ്പൊ ഇന്റർനെറ്റ് വേണം. The users from the public are using this web software. എല്ലാരും ബ്രൗസ് ചെയ്തിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പബ്ലിക് ആണ്. It is if it is meant for a closed corporation, closed group, then it will be intranet. If it is extended, it will be to other corporations, then it is extranet. ഓൾ വേൾഡ് വൈഡ് വരുന്നതാണ് ഇന്റർനെറ്റ്. അപ്പൊ ജസ്റ്റ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റിന്റെ ഒരു ഡിഫറൻസ് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ആർ ദ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വെബ് ആപ്ലിക്കേഷൻ. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് അത് നോക്കുന്നതിന് മുന്നേ ഈ ടെക്സ്റ്റ് ബുക്ക് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ചുമ്മാ ഇതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, ബെറ്റർ പോയിന്റ്സ് പഠിക്കാൻ വേണ്ടി, ബെറ്റർ ഇത് ഇങ്ങനെ ഒന്ന് ജനറലൈസ് ചെയ്ത് ഈ ഒരു പാസേജ് വായിച്ചിട്ട് അത് വായിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെബ് ആപ്ലിക്കേഷൻ ഡൈനമിക് ആയിരിക്കണം. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് സ്റ്റാറ്റിക് പേജസും ഉണ്ട്, ഡൈനമിക് പേജസ്. ഡൈനമിക് പേജസ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ റൺ ടൈം ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ഇത് എപ്പോഴും എന്ത് ചെയ്യുവാണ്, ഈ പേജിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഇത് മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ബി സ്റ്റാറ്റിക്, ഇന്ററാക്റ്റീവ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ഇതിനനുസരിച്ച് ഉള്ള റെസ്പോൺസ് ആയിരിക്കണം കിട്ടേണ്ടുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ ഫ്രം വേരിയസ് ഡിവൈസസ്, മൊബൈലിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഡെസ്ക്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇതിന് യൂസബിൾ ആയിരിക്കണം. സോ ദാറ്റ് ദ മെയിൻ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഇറ്റ് ഷുഡ് ബി ഡൈനമിക് ആൻഡ് ഇന്ററാക്റ്റീവ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. They offer two-way communication. It helps our users to interact. Accessible and platform independent. It should be accessible. അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു കോമൺ മാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് വർക്ക് ഇൻ എനി പ്ലാറ്റ്ഫോംസ്. ഓക്കെ, it should be versatile and convenient for the users, and it should be work in any platform. അപ്പൊ ഏത് OS-ലാണേലും വർക്ക് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്പ് ആയിരിക്കണം. ഓക്കെ, സോ ദെൻ ഇറ്റ് ഷുഡ് ബി പ്ലാറ്റ്ഫോം സ്പെസിഫിക്. അത് അവരോട് പറയുന്നത്. സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ് ആപ്ലിക്കേഷൻസ് ആർ ബിൽഡ് ടു സ്കെയിൽ, മീനിങ് ദേ ക്യാൻ ഹാൻഡിൽ how to handle their user loads or data volumes, okay, without compromising the performance. The user is requesting for a particular thing, and if it is a bigger sized data, okay, പക്ഷെ പെർഫോമൻസിനെ ബാധിക്കാതെ തന്നെ the server should return that data. Okay, അതുപോലെ തന്നെ യൂസർ authentication and security.
യൂസർ ഒതന്റിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ പറയുന്നത്, ഇപ്പൊ ഈ വെബ് ഈ ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് സൈൻ ഇൻ ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. സോ പ്രോപ്പർ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഫോളോ ചെയ്യണം. അതൊക്കെയാണ് ഡേറ്റ മാനിപ്പുലേഷൻ ആൻഡ് സ്റ്റോറേജ്, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്, കൊളാബറേഷൻ വിത്ത് അതർ സോഫ്റ്റ്വെയർസ് ഓർ മൾട്ടിപ്പിൾ യൂസേഴ്സ്, ക്ലൗഡ് ബേസ്ഡ് ആൻഡ് മോഡുലാർ. ഓക്കെ, മോഡുലാർ അപ്രോച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആയിരിക്കും. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് വരാം. ഓക്കെ, അപ്ഡേറ്റ്സ് വരും. ഇപ്പൊ നമുക്കിപ്പോ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയി പോകണം. എൻഷുറിംഗ് ദ യൂസേഴ്സ് ടു യൂസ് ദ ലേറ്റസ്റ്റ് വേർഷൻ. ഓക്കെ, അപ്പം ഇപ്പൊ ഗൂഗിൾ അപ്ഡേറ്റ്സ് ഒക്കെ വരത്തില്ലേ പലതിനും, അല്ലെ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ദിസ് തിങ് എന്ന് പറയുമ്പോൾ ഇഫ് യു വാണ്ട് ടു അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കാം. ഓക്കെ, ദെൻ ലോ മെയിൻ്റനൻസ് ആയിരിക്കണം. ഇത് പബ്ലിക് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് അപ്രോച്ച്, ഗുഡ് വെബ് ആപ്പ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മള് കാര്യത്തിൽ ഇപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്, ഇതൊക്കെയാണ്. പക്ഷെ ആ കണ്ടന്റ് എക്സാക്ട് ആയിട്ട് ഇവിടെ പറയുന്നില്ലെങ്കിലും അതിന്റെ ജസ്റ്റ് പ്രതിപാദം. ഇപ്പൊ മോണോലിത്തിക് ലേയർഡ് അപ്രോച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എവറിത്തിങ് ഈസ് കപ്പിൾഡ് ടുഗദർ ഇൻ മോണോലിത്തിക്. ലേയർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. ഇഫ് യു ക്യാൻ ചേഞ്ച് വൺ ലെയർ വിതൗട്ട് അഫക്റ്റിംഗ് ദ ബിഹേവിയർ ഓഫ് അതർ ലെയേഴ്സ്. ഓക്കെ, ഇപ്പൊ ബിസിനസ് ലോജിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ മേക്ക് some changes in the application layer without affecting the interface layer. Okay, or the database design. ഇപ്പൊ നമുക്ക് ഡേറ്റാബേസ് ഡിസൈനിൽ മാറ്റം ഒന്നും വരുത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, യൂസർ ഇന്റർഫേസിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റും. അതാണ് ലേയർഡ് അപ്രോച്ച്. ഓക്കെ, ദോസ് വിത്ത് സ്റ്റാറ്റിക് ടെസ്റ്റ്, കണ്ടന്റ് ദാറ്റ് ചേഞ്ച്, അതാണ് ഡൈനമിക്. പിന്നെ ഇന്ററാക്റ്റീവ് വെബ്സൈറ്റ്സ് ദാറ്റ് ആക്ട് ഓൺ ദ യൂസർ. ഓക്കെ, കൊമേഴ്ഷ്യൽ സൈറ്റ്സ് ദാറ്റ് അലൗ ട്രാൻസാക്ഷൻസ്. ഓക്കെ, ചിലതിനകത്ത് ട്രാൻസാക്ഷൻസ് സംഭവിക്കും. ദോസ് ദാറ്റ് അലൗ സെർച്ചസ്. ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് വെബ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡെയിലി കണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ്. ഓക്കെ, ഇപ്പൊ ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്കിത് നോക്കാം. ഇതിനകത്ത് ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ആർ ദ ക്രൂഷ്യൽ സ്റ്റേജ് ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചതാണ്. ആ സാധനം തന്നെയാണ് ഇവിടെ വരുന്നത്. പ്ലാനിങ്, ഡിസൈനിങ്, ബിൽഡിംഗ്, ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഡേറ്റാബേസ് മാനേജ്മെന്റ്. ഇതൊക്കെയാണ് ഡെവലപ്മെന്റ് വരുന്നത്. ഓക്കെ, ദെൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് യൂസറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതർ ബഗ്സ് വല്ലതും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ടെസ്റ്റിംഗ്. ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ഡിപ്ലോയ് ചെയ്താലേ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് മേക്സ് ദ ആപ്ലിക്കേഷൻ ആക്സസിബിൾ ടു യൂസേഴ്സ് ഓൺ എ വെബ് സെർവർ ഓർ ക്ലൗഡ് പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോ എവിടെയായത് ഡിപ്ലോയ് ചെയ്യുന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോ ഡെവലപ്മെന്റ് ഓൾറെഡി കണ്ടു. അപ്പൊ ഡിഫറെന്റ് യൂസേഴ്സ് ക്യാൻ ബി യൂസിങ്. അപ്പം നമ്മുടെ പല യൂസേഴ്സിന് ഇപ്പൊ വെബ് ആപ്ലിക്കേഷൻ ആണല്ലോ, ഓരോരുത്തരുടെ നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ട് സ്ലോ ആകാം, സ്പീഡ് ആകാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് ഇൻ ബിറ്റ്വീൻ. അപ്പൊ നല്ല ഒരു ബാൻഡ് വിഡ്ത്ത് ഫോളോ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആയിരിക്കത്തില്ല. പലയിടത്തും പല ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ networks are not only fully reliable and communication lines do drop or fluctuate in there, while network protocol will take care of the issues of data reliability. Okay, this comes at the cost of uniform speed. So designers of web application need to take care of. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ പറയുന്ന സ്പീഡ് റിലേറ്റഡ് ഇഷ്യൂസിനെ ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, ലൈക്ക് റേസ് കണ്ടീഷൻസ്. ഇപ്പൊ റേസ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ, അതായത് ഒരു ആൾക്ക് ഒരു റിക്വയർമെന്റ്, ഒരു റിസോഴ്സ് രണ്ട് പേര് അല്ലെങ്കിൽ മോർ ദാൻ വൺ ആള് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആർക്കും കിട്ടാതെ വരുന്ന കേസസ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് ലോസ്റ്റ് കണക്ഷൻസ്, ടൈം ഔട്ട്സ് ആൻഡ് ഓൾ അതർ ടാക്സം റിയാലിറ്റീസ് ഓഫ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്സ്. അപ്പോ ഈ ഒരു ഇതിനെ പറ്റിയൊക്കെ, ഈ നെറ്റ്വർക്ക് സ്പീഡിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടായിരിക്കണം ഡെവലപ്മെന്റ് സ്റ്റേജിൽ നെറ്റ്വർക്ക് സ്പീഡ് ഒരു ഇഷ്യൂ ആണ്, അതിനെ ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഓവർ ദ ഇന്റർനെറ്റ്. സോ ഇറ്റ് ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ യൂസേഴ്സ്. അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കാതെ വേണം എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു ഇത് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. സോ വി നീഡ് ടു ബി ടേക്ക് കെയർ അബൌട്ട്
machine configurations and sizing. Okay, then it should be scalable architecture. That scalable എന്ന് പറഞ്ഞാൽ it should be upgraded with the എന്താ പറയുന്നത് ഇതിന്റെ പോപ്പുലാരിറ്റിക്ക് അനുസരിച്ച് ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഡെവലപ്മെന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് ബി ടെസ്റ്റിംഗ് ഓഫ് വെബ് ആപ്ലിക്കേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഡിഫിക്കൽട്ടീസ്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പം നമുക്ക് ഇപ്പൊ ഇത് ഇന്റർനെറ്റ് ബേസ്ഡ് ആയതുകൊണ്ട് വി നീഡ് ടു ടേക്ക് കെയർ. അപ്പൊ ഈ പറയുന്ന പോലെ ഡിലേ ഒന്നും വരാതെ തന്നെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പൊ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് റെസ്പോൺസ് വരുന്നുണ്ടോ, അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, ഇറ്റ് അലൗ, അതുപോലെ തന്നെ ഇത് പബ്ലിക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് മെഷീൻ, അതായത് പലയിടത്തിരിക്കുന്ന ജോഗ്രഫിക്കൽ ലൊക്കേഷൻ പലയിടത്തിരിക്കുന്ന ഇത് ഇൻപുട്സിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് അവൈലബിൾ ആണ്. ഓൾറെഡി ഓൾസോ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹൗ ടു ഹാൻഡിൽ their load പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് റിക്വസ്റ്റ് റെസ്പോൺസ് ആണ്. അതുപോലെ തന്നെ if high loaded or large sized data are requested, then how they handle the data, or how it impacts the performance of this entire system. ഇതെല്ലാം എന്ത് ചെയ്യണം? it can be tested. Okay, അപ്പോ അതാണ് ടെസ്റ്റിംഗ് പറയുന്നത്. നെക്സ്റ്റ് ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഡിപ്ലോയ്ഡ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്, അല്ലെ? അപ്പോ സോ ദാറ്റ് യൂസേഴ്സ് ക്യാൻ ആക്സസ് ദ വെബ്സൈറ്റ്. ഓക്കെ, സോ ട്രൂ ആക്സസ് ക്യാൻ ബി ലിമിറ്റഡ് ബൈ, അപ്പൊ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാല് URL പബ്ലിസൈസ് ചെയ്യാതെ തന്നെ, അതൊരു ഓപ്ഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ ബി ലിമിറ്റഡ് ബൈ നോട്ട് പബ്ലിസൈസിങ് ദ URL at which the application is available, or by having access and control in some form that is not only to select the band of users in a test group. അപ്പൊ നമുക്കൊരു ക്ലോസ്ഡ് ഗ്രൂപ്പിന് മാത്രമായിട്ട് ആ വെബ് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് വി ഹാവ് എ പർട്ടിക്കുലർ ടെസ്റ്റ് ഗ്രൂപ്പ് that should take care of all these things. Okay, so this is so we need to be careful that we do not quickly run out of space. Okay, അതായത് ഇപ്പൊ നമുക്കൊരു ഇമെയിൽ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ആ ഇമെയിൽ റിസീവ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു അതായത് ഔട്ട് ഓഫ് സ്പേസ് ആകാൻ അതും പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നതാണ് എന്ത് ഈ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. it is a fair degree of control available to the developers because of the possibility of limited access. Okay, അപ്പോ അതാണ് ഡിപ്ലോയ്മെന്റ്. സോ വി നീഡ് ടു ഡിപ്ലോയ് അവർ വെബ് ആപ്ലിക്കേഷൻ which should be available to the users, taking care of all these things: space concern, speed concern, ആൻഡ് എന്താ പറയുന്നത് ആക്സസിബിലിറ്റി കൺസേൺ. അപ്പൊ അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് ഈ ഡിപ്ലോയ്മെന്റ് പറയുന്നത്. നെക്സ്റ്റ് യൂസേജ് ഓഫ് വെബ് ആപ്ലിക്കേഷൻ. സോ ഇത് എന്നാന്ന് വെച്ചാല് ഇത് പഠിക്കുമ്പോ ഇതിന്റെ ഹെഡിങ്സ് മെയിൻ ആയിട്ട് നോക്കുക. ഒരു 2-3 പോയിന്റുകൾ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വെബ് ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഹെഡിങ്സ് നല്ലോണം പഠിക്കണം. ഹെഡിങ്സ് എങ്കിലും പഠിക്കണം. ഹെഡിങ്സ് വെച്ചിട്ട്
ഒന്നോ രണ്ടോ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് അത് ഗൂഗിൾ ചാറ്റിലോ GPT-യിലോ ഒക്കെ നോക്കി ഒരു ചെറിയൊരു നോട്ട് പോലെ, ഒരു 2 പേജിന്റെ ഒരു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെയൊക്കെ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ എൻറ്റയർലി അത് സ്കിപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് വെബ് ആപ്ലിക്കേഷൻ എന്താണ്, ലെയേർഡ് അപ്രോച്ച് എന്താണ്, യൂസേജ് ഓഫ് വെബ് ആപ്ലിക്കേഷൻ എന്താണ്, ഡിപ്ലോയ്മെന്റ് എന്താണ്, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഡെവലപ്മെന്റ് പറഞ്ഞു, നെക്സ്റ്റ് യൂസേജ് ഓഫ് വെബ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പൊ യൂസേജ് എന്ന് പറയുമ്പോഴത്തേക്കിനും നോക്കുക, ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യണം. അപ്പൊ യൂസർ എന്ന് പറയുന്നത് പല കാറ്റഗറി പെടും. പല കാറ്റഗറി പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്തിട്ടൊന്നും ആ ആപ്ലിക്കേഷൻ അത് പറ്റുകയല്ല. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇഫ് എ ന്യൂ യൂസർ ട്രൈയിങ് ടു യൂസ് ദാറ്റ് ആപ്പ് ആൻഡ് ഇഫ് ഹി ഫീൽസ് ഇറ്റ് വെരി ടയർസം to get what he or she wanted, അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് they will ignore that application and they go and search for a more advanced application. ഓക്കെ, അപ്പൊ അത് പറ്റത്തില്ല, അവർ കംപ്ലീറ്റ്ലി അത് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അപ്പൊ അത് പറ്റാതെ, അത് ചെയ്യാണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലേ യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഓക്കെ, അവർക്ക് കമ്പ്യൂട്ടറിനെ പറ്റി ലിറ്റിൽ നോളജ് ആയിരിക്കും ഉള്ളത്, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വെബ് ആപ്ലിക്കേഷനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി മെയിൻറ്റെയിനിങ് വെബ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വെബ് ആപ്ലിക്കേഷൻ ആണ്, മെയിൻറ്റെയിനിങ് ഇതൊരു വെബ് ആപ്ലിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ മെനി പീപ്പിൾ ഇൻ മെനി ഡിഫറെന്റ് ലൊക്കേഷൻസ്. സോ എപ്പോഴും മെയിൻ്റനൻസ് കൊടുക്കുന്നത് ഈസ് നോട്ട് എ ഗുഡ് അപ്രോച്ച്. ഫ്രീക്വന്റ് ചേഞ്ചസ് ടു ദ പ്രസന്റേഷൻ ഓർ ലുക്ക് ഓർ feel are ഓക്കെ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്നാ പറയുന്നത്, ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. അതേസമയം ഇപ്പം പറയുന്നത് വെച്ചാൽ സ്റ്റാറ്റിക് പേജസ് ആണെന്നുണ്ടെങ്കിൽ, സ്റ്റാറ്റിക് പേജ് എന്ന് പറയുന്നതും ഒരു അപ്പീലിംഗ് അല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഡൈനമിക് പേജ് ആയിരിക്കണം. പക്ഷെ കഴിവതും ഈ പറയുന്ന പോലെ ഓക്കെ, അപ്ഡേറ്റ്സ് ആർ ഫൈൻ, പക്ഷെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കുറയ്ക്കുന്നതായിരിക്കും. Okay, that is maintainers have to take care of frequently changing the business logic with little changes to other layers. Okay, one might have to work hard at changing and upgrading to keep up with the latest advances. Update aganam. Taking care of web application is often much more than just fixing bugs or updating the software to implement changes to the business rules. There is a fair amount of effort that has to be put into improve the usability. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് frequent updation is okay, but frequent changes to the look or appeal of the application or which makes it difficult for the lay users to use, അതൊന്നും it is not advisable. Okay, ഇനി designing web applications. Okay, some functionality should be coming out of web services, components on the web that can run with your application at their preferred way. Ipo chella web during the design phase, okay, some application actually they don't need to purchase it, but that can be ipo namukku ഓക്കെ, നമുക്കൊരു വെബ് സർവീസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നോ, ചില ഫങ്ഷണാലിറ്റി ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ that is actually beneficiable. Okay, web services advertise their available functionality that needy applications can tap. Okay, this distributed nature of the application greatly increases the amount of reusability but brings about problems of security and reliability. നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ some other web services are available which can improve or degrade the current application. Appo we can purchase it or we can use it for അല്ലെങ്കിൽ ചില free ഇതായിട്ട് നമുക്കല്ലേ 30 days ഫ്രീ അവൈലബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം.
which will be good for our ഇത്. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ that may not be a secure approach. Okay, it may affect the security of our application or it may give a negative impact. Okay, അപ്പം അതാണ് ഒരു കൺസേൺ എന്ന് പറയുന്നത് ഡിസൈനിങ് വെബ് ആപ്ലിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇഷ്യൂസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് വെബ് ബേസ്ഡ് പ്രോജക്ട്സ്. ഓക്കെ, അപ്പൊ ഇഷ്യൂസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് വെബ് ബേസ്ഡ് പ്രോജക്ട്. അപ്പൊ അത് ആ ഹെഡിങ്ങില് മാനേജിങ് ദ റിക്വയർമെന്റ്സ്, മാനേജിങ് ദ പ്രൊജക്ട്, ദെൻ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇഷ്യൂസ്. അപ്പൊ ചോദിക്കും വാട്ട് ആർ ദ ഇഷ്യൂസ് ഓഫ് വെബ് ബേസ്ഡ് പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ ഈ ഹെഡിങ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഹെഡിങ് എഴുതി വെക്കുക, അതിനെ ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എളുപ്പമുള്ള സംഭവം നോക്കാം. It includes scope creep, risk management, communication, scalability issues. അതെന്താന്ന് നോക്കാം. What is scope creep? Uncontrolled changes to the project scope can lead to delays, budget overruns and project failure. മനസ്സിലായല്ലോ? ബഡ്ജറ്റ് നമ്മുടെ പ്രൊജക്ടിന്റെ എന്നാ പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഡിലേ ആകാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് ഇപ്പൊ സ്കോപ്പ് ഓഫ് ദ പ്രൊജക്ട്, ഇപ്പൊ കസ്റ്റമർ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എന്ത് ഇതാണോ അതിനനുസരിച്ച് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഗെറ്റ് ഡിലേഡ്. സംടൈംസ് ദ പ്രൊജക്ട് മേ ഗെറ്റ് ഫെയിൽ. നെക്സ്റ്റ് റിസ്ക് മാനേജ്മെന്റ്. പിന്നെ പൊട്ടൻഷ്യൽ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ ഉള്ളത് കണ്ടുപിടിക്കണം. Security vulnerabilities, technical issues or stakeholder is crucial for project success. Next, communication. Effective communication between the stakeholders, engineers or project teams, team members and clients is essential for managing the expectations, resolving the issues and ensuring everyone is on the same page. Next, scalability. Scalability എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. Okay, how can we handle the increased traffic? Okay, next, platform and browser compatibility. Then security, maintenance and support, inadequate team skills, lack of accountability, stakeholder management, choosing the right tech stack, user interface and user experience, performance and speed, cross browser compatibility. ഇതൊക്കെയാണ് issues. ഇതൊക്കെയാണ് ഇഷ്യൂസ് ഫോർ മാനേജിങ് ദ മാനേജ്മെന്റ് ഓഫ് വെബ് ബേസ്ഡ് പ്രോജക്ട്. അപ്പൊ ഒരു ഐഡിയ കിട്ടി, സ്കോപ്പ് ക്രീപ്പ്, റിസ്ക് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് നോക്കാം ഇതുപോലെ തന്നെ റിവ്യൂ ഓഫ് ഗുഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രാക്ടീസസ്. അതായത് ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ. അത് ഇത് വരും CMM ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ഇനിഷ്യൽ മോഡ്, അങ്ങനെയെന്ന് പറഞ്ഞാൽ 5 ലെവൽ പഠിച്ചായിരുന്നു. ഇനിഷ്യൽ ഡിഫൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചായിരുന്നു, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതിനകത്ത് ഏത് സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ISO 9001, 2000 ക്വാളിറ്റി, അല്ലെങ്കിൽ കേപ്പബിലിറ്റി മോഡൽ ഇന്റഗ്രേഷൻ ഏതാ യൂസ് ചെയ്തിരിക്കുന്നത്, അതൊക്കെയാണ് എന്ത് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രാക്ടീസസ് ഏതാ ഫോളോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ റിവ്യൂ. ഇനി മാനേജിങ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്നാ, ടു എൻഷുർ ദാറ്റ് ദ വ്യൂ പോയിന്റ്സ് ഓഫ് ദ ഡെവലപ്പേഴ്സ് ആൻഡ് കസ്റ്റമർ ഡു നോട്ട് ഡൈവേർജ്, റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഈസ് എ മസ്റ്റ്. അതായത് കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ ഡീവിയേറ്റ് ചെയ്ത് പോവാണ്ടിരിക്കത്തുള്ളൂ. You must have a good system of tracking the requirements as they change. Okay, at the managing the project, the essence of managing the project is the proper planning of the project and then executing the proper management of the project. How to manage the project? Okay, proper planning for the project and then executing the project according to the plan. Okay, if the project deviates from the plan, we need to take what? Corrective actions. Okay, then besides the project management plan, there are various subordinate plans.
കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ്, റിസ്ക് മാനേജ്മെന്റ്, ട്രെയിനിങ് പ്ലാൻ, മെട്രിക്സ് പ്ലാൻ, ഇത് കുറച്ചൊക്കെ എഴുതി വെക്കാം. മാനേജ്മെന്റ് ഓഫ് ദ പ്രോജക്ട്. കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. വേർഷൻ, കോൺഫിഗറേഷൻ. Given that the changes will occur, we need to be able to track and know how many times. ഇപ്പൊ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു വേർഷൻ ഓർത്തിരിക്കുക. സോ അത് ട്രാക്ക് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഒരു റെക്കോർഡ് ഉണ്ട്. ഏതൊക്കെ കളഞ്ഞു. വി ഡു നോട്ട് ഡിസ്കാർഡ് ദ ഒബ്സൊലീറ്റ് വേർഷൻ ബിക്കോസ് വേർഷൻസ് നമ്മൾ കളയുമല്ല, അത് കീപ്പ് ചെയ്യും. വി നീഡ് ടു ട്രാക്ക് ഓഫ് ഇറ്റ്സ് പ്രൊജക്ട് ഹിസ്റ്ററി അറിയാൻ വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ ബേസ് ലൈനിന് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ വരുത്തിയിട്ട് they need to let the coordinator to know that these all are the changes that he want to make and whether it is acceptable or not. So ബേസ് ലൈൻ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ഓക്കെ, വേർഷൻ അത് വരുന്നതാണ് ബേസ് ലൈൻ. ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് റെഡി ടു ക്രിയേറ്റ് a new version. ആ ഒരു ഇതാണ് എന്താ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതിനകത്തുനിന്ന് ഡേറ്റാബേസിനെ എടുക്കുന്ന സമയത്ത് ഇതിനെ എന്ത് ചെയ്യും, ലോക്ക് ചെയ്തിട്ട് അയാളുടെ പ്രൈവറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുവച്ചിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ വരുത്തിയിട്ടാണ് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെയാണ് കോൺഫിഗറേഷൻ മാനേജ്മെന്റ്. നെക്സ്റ്റ് മെഷർമെന്റ്. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മെട്രിക് ആണ്. നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ് ഓഫ് പ്രോഗ്രസ് നമ്മൾ മെഷർ ചെയ്യണം. ഓക്കെ, ആൻഡ് അതർ പാരാമീറ്റേഴ്സ് ഓഫ് ദ പ്രോജക്ട്. Okay, and we would be reduced to rely on our intuition and feel for where the project stands. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോജക്റ്റ് എന്തോരുമായി, ഇതിന്റെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. നെക്സ്റ്റ് റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ ഓൾറെഡി റിസ്ക് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ നേരത്തെ സെയിം പറഞ്ഞ സാധനം തന്നെയാണ്, അതൊക്കെ തന്നെ എഴുതിയാൽ മതി. റിസ്ക് മാനേജ്മെന്റ് പഠിച്ചതാണ്. പക്ഷെ ഈ ഹെഡിങ്സ് ഓർത്തിരിക്കുക. ഇഷ്യൂസിനകത്ത് വരുന്ന ഹെഡിങ്സ് ഓർത്തിരുന്നിട്ട് അതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. ഇലാബറേറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അത് ബുള്ളറ്റ് പോയിന്റിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് വെബ് ആപ്ലിക്കേഷൻ ടീംസ്. ഓക്കെ, അപ്പൊ നമ്മളൊരു സംഭവം ഡെവലപ്പ് ചെയ്യുവാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അതിനകത്തൊരു ബോസ് കാണും, ദെൻ സബോർഡിനേറ്റ്സ് കാണും. അതുമാതിരി തന്നെ വി ഹാവ് എ വെബ് മാസ്റ്റർ. ഓക്കെ, സോ വെബ് മാസ്റ്ററിന്റെ റോൾ എന്താണ്? ടേക്കിംഗ് കെയർ ഓഫ് ദ സൈറ്റ് ഓൺ ആർ ഡേ ടു ഡേ ബേസിസ് ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഇൻ എ ഗുഡ് ഹെൽത്ത്. ഓക്കെ, നമ്മുടെ സൈറ്റിന് ഡേ ടു ഡേ ബേസിസിൽ മോണിറ്റർ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. So it involves the webmaster needs to be in close interaction with the support team to ensure that the problems are resolved and appropriate changes are made. Okay, അപ്പൊ അയാൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് എടുക്കും, സെക്യൂരിറ്റി ആക്സസ് കൺട്രോൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോർ ദ സൈറ്റ് ഓതന്റിക്കേഷൻ ഇതൊക്കെ ചെയ്യും. obtaining the statistics and other usage metrics on the site, അതായത് എത്ര ഹിറ്റ് ഉണ്ട്, എത്ര രജിസ്റ്റേർഡ് വിസിറ്റേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഹെൽപ്പിംഗ് ടു എൻഷുർ ദാറ്റ് ചേഞ്ച് കൺട്രോൾ പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ്. ഓക്കെ, നെക്സ്റ്റ് അപ്പം വെബ് മാസ്റ്റർ ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ടീം ആണ് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? വെബ് മാസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ്റെനൻസ് ഇമ്പോർട്ടന്റ് ആണ്. So this because web application tend to keep evolving and what correspond to the development phase in a conventional application is called. Okay, remove bugs and taking care of cosmetic irritants, changing the user interface from time to time for novelty to accommodate user feedback and to make it more contemporary, altering the business rules of the application as required, introducing new features. So support team maintenance new features introduce ചെയ്യുക, വേണ്ടാത്തത് എടുത്ത് കളയുക, അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ സപ്പോർട്ടിങ് ചെയ്യും. ഇപ്പൊ വെബ് മാസ്റ്റർ കഴിഞ്ഞു, സപ്പോർട്ടിങ് കഴിഞ്ഞു. നെക്സ്റ്റ് കണ്ടന്റ് ഡെവലപ്മെന്റ് ടീം ഒരു പ്രൊഫഷണൽ ആകണം നിർബന്ധമൊന്നുമില്ല. ഇതായത് നമ്മുടെ വെബ് ആപ്ലിക്കേഷനുമായിട്ട് ഭയങ്കരമായി ബന്ധമുള്ള ഒരാളായിരിക്കണം എന്നൊന്നുമില്ല. കണ്ടന്റ് ഡെവലപ്മെന്റ് ടീം എന്നാ എവിടെയെങ്കിലും ഇതാക്കിയിട്ട് നല്ല സൂപ്പർ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക. അപ്പൊ ഒരു കണ്ടന്റ് ജനറേറ്റ് ചെയ്തതിന്റെ പ്രൊഫഷണലിന് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഡെവലപ്പറിന് കൊടുക്കുക. അവര് വായിച്ചെടുക്കും, എന്നിട്ട് സ്ക്രീൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ കണ്ടന്റ് ആയിട്ട് വെബ്സൈറ്റിന്റെ കണ്ടന്റ് ആയിട്ട് ഇടും, വിച്ച് വിൽ ബി മോർ അപ്പീലിംഗ് ടു ദ
which would be more appealing to the lay users. അതാണ് കണ്ടന്റ് ഡെവലപ്മെന്റ് ടീം ചെയ്യുന്നത്. നെക്സ്റ്റ് പബ്ലിഷ്, വെബിനെ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, ആക്ച്വൽ വെബ്സൈറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണം. The raw material created by the content writers has to be converted into a form that is suitable for serving out of a web server. Web server-ന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഒക്കെ ആക്കിയിട്ട് formatting the content according to the requirements of a markup language such as HTML. Then ഇത് എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് ഇഷ്യൂസ്. ഓക്കെ, ഇപ്പൊ ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് ഇഷ്യൂസിൽ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, then project management, അത് രണ്ടുമാണ് ഡെവലപ്മെന്റ്. അപ്പൊ ഡെവലപ്മെന്റ് ആൻഡ് കോൺഫിഗറേഷൻ, വേർഷൻ കൺട്രോൾ മാനേജ്മെന്റ്. ഓക്കെ, the change control process must be up to the demands placed on it of keeping control over the software configuration of remaining changes that will come. അപ്പൊ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. So because of the frequency of the changes, configuration management assumes considerable importance. ഇത് വെബ് ആണല്ലോ, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമല്ലോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ എപ്പോഴും ചേഞ്ച് വരുത്തണമല്ലോ, അപ്ഗ്രേഡ് ചെയ്യണം, എപ്പോഴും ചേഞ്ച് വരുത്തണം. അപ്പൊ അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് നടത്തി, ഇന്ന ഡേറ്റിൽ നടത്തി, അത് കഴിഞ്ഞു, ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ, അങ്ങനെയുള്ള പാസ്റ്റ് ഡേറ്റ അതൊക്കെ എടുത്ത് കളയണം അല്ലേ. അതുപോലെ തന്നെ ഇൻകറക്റ്റഡ് പ്രൈസ്, ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തിട്ട് അങ്ങനെയുള്ളതെല്ലാം എടുത്ത് കളയണം. അതാണ് കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ പ്രൊജക്ട് മാനേജ്മെന്റ്. ആ പ്രൊജക്ട് മാനേജ്മെന്റിനകത്ത് എന്താ പറയുന്നത്? പ്രൊജക്ട് മാനേജ്മെന്റ് അതിനകത്ത് ഷെഡ്യൂൾ ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പർട്ടിക്കുലർ റുട്ടീൻ ഷുഡ് ബി ഫോളോ ടു കീപ് ഇറ്റ് അപ്ഡേറ്റഡ് ഓൺ ടൈം ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ടൈം, ഡെലിവേർഡ് ഓൺ ടൈം. അപ്പൊ അതാണ് പ്രൊജക്ട് ഷെഡ്യൂൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഹ്യൂമൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ ടീമിനകത്തുള്ള ഇതിനെ ഉള്ള കമ്മ്യൂണിക്കേഷൻ അത് നോക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അത് മിസ്കമ്മ്യൂണിക്കേഷൻ അത് നോക്കുക. അപ്പൊ ഇതൊക്കെ പ്രൊജക്ട് മാനേജ്മെന്റിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതാണ് അത്രയും സംഭവങ്ങൾ. അപ്പൊ ആ 2 പോയിന്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഇപ്പൊ 2 പോയിന്റ് ഇതിനകത്ത് ഹെഡിങ്സ് പഠിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇതിന് മൊത്തത്തിൽ ഇത് വായിച്ച് പഠിക്കാന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ്, ശരിക്കും പറഞ്ഞാൽ നടക്കത്തില്ല. സോ പക്ഷേ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം, മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഹെഡിങ്സ് പഠിക്കുക. പഴയ ചാപ്റ്റേഴ്സുമായിട്ടൊക്കെ ഒരു ബന്ധം വേണം, അല്ലാണ്ട് ഈ ചാപ്റ്റർ ഒന്നും വായിച്ചാൽ ഓർത്ത് കാണാതെ എത്ര പഠിക്കുന്നത്, കാണാതെ പഠിക്കല് നടക്കുകയല്ല. സോ ആ ഒരു ഇത് വെച്ചിട്ട് ഇത് എഴുതുക എന്നുള്ളതാണ്. പിന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ മെട്രിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, മെഷർമെന്റ് ആണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. കണ്ടോ, software engineers have been especially tardy in understanding the need for measurement, preferring to rely on intuition and subjective assessment. So the basic metrics and the parameters എന്ന് പറയുന്നത് schedule, effort and defect. Okay, how to schedule our product? Effort means എന്താണ്, ഹ്യൂമൻ അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് ഫോഴ്സ് എന്തോരം ആണെന്നുള്ളത്. ദെൻ വാട്ട് ആർ ദ how many defects are there, performance, നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. how many times the project failed, mean time failure, അതൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ അതാണ് ഡിഫക്റ്റ് മെഷർ ചെയ്യുക. ഓക്കെ, സോ the responsibility for the budget measurement, cost മെഷർ ചെയ്യണം on the shoulders of project manager. So project manager ആണ് ആ കാര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യുന്നത്. In web application, these core metrics need to be measured and analyzed, just as in any other software application. Schedules could be made fine-grained so that we are tracking things on small, quick milestones rather than only at the end of the project. Another core attribute of software project is the size of the project. Okay. ഫംഗ്ഷൻ പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ലൈൻസ് ഓഫ് കോഡ് വെച്ചിട്ടല്ല മെഷർ ചെയ്യുന്നത്. ഫംഗ്ഷൻ പോയിന്റ്സ് എന്താന്നുള്ളത് നേരത്തെ പഠിപ്പിച്ചതാണ്. ഓക്കെ, ടൈം, എഫേർട്ട് അതൊക്കെ വരും അതിനകത്ത്.
phase in the life cycle where they were introduced, such as analysis, design, or coding, whether they are internal defects detected by the development or testing team, or whether they are found by the end users, whether they were detected during reviews or during the testing, effort required to fix the defect, ഇതൊക്കെ മെട്രിക്സിൽ വരുന്നതാണ്. ഇന്റേണൽ ഡിഫക്ട്സ് ആണ് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ലൈഫ് സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അനാലിസിസ് ഫേസിലാണോ ഡിസൈൻ ഫേസസിലാണോ കോഡ് ഫേസിലാണോ അത് മെഷർ ചെയ്യും. വെദർ ദേ വെയർ ഡിറ്റക്റ്റഡ് ഡ്യൂറിങ് ദ റിവ്യൂസ് ഓർ ഡ്യൂറിങ് ദ ടെസ്റ്റിംഗ്, ഫിക്സ് ദ ഡിഫക്ട്, ഇതൊക്കെ നോക്കണം. നെക്സ്റ്റ് ഒന്നൊന്നുമില്ല, ചുമ്മാ ഒരു ഈ ചാപ്റ്റർ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി, ഹൗ ദ യൂസർ വിൽ ഇന്ററാക്ട് വിത്ത് ആപ്ലിക്കേഷൻ ഈവൻ മോർ ക്ലോസ്ലി ദാൻ ഇൻ എ കൺവെൻഷണൽ ആപ്ലിക്കേഷൻ ഫോർ ദ റീസൺസ് വി ഹാവ് ഓൾറെഡി ലുക്ക്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് യൂണിറ്റ്. അറിയാം, കൺവെൻഷണൽ ഇതല്ല, നമ്മൾ ലേയേർഡ് അപ്രോച്ച് ആണ്. സോ ഹൗ ദ യൂസർ ഓർ ലേ വിസിറ്റർ യൂസ് ദിസ് ആപ്ലിക്കേഷൻ, അതിനെ പറ്റിയൊക്കെ ഒരു അനാലിസിസ് നടത്തുന്നതാണ്. മൾട്ടിപ്പിൾ റീജിയനിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ അല്ലെ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുള്ള. ഓക്കെ, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷനിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ പേജസിനും ഒരേ ടെംപ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ്. സോ അത് കോസ്റ്റ് കുറയ്ക്കും. ബട്ട് ബിക്കംസ് ഇമ്പറാറ്റീവ് ഇൻ ദ കേസ് ഓഫ് എ വെബ് ആപ്ലിക്കേഷൻ. there are elements that can be reused for design. കോഡ് മാത്രമല്ല, നമുക്ക് ഡിസൈനിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റ്സ് റീയൂസ് ചെയ്യുക. വിഷ്വൽ അപ്പീൽ ആൻഡ് എസ്തെറ്റിക്സ്, ഈസ് ഓഫ് എൻട്രി ഓഫ് ഡേറ്റ, ഈസ് ഓഫ് ഒബ്റ്റൈനിങ് ദ ആപ്ലിക്കേഷൻസ് റെസ്പോൺസ്, റോബസ്റ്റ് ആൻഡ് ഫോർഗിവിംഗ് ഓഫ് എറേഴ്സ്. ഓക്കെ, ഇതൊക്കെ നോക്കണം. നെക്സ്റ്റ് റിവ്യൂസ് ആൻഡ് ടെസ്റ്റിംഗ്. എന്താണ് അതും ഓക്കെ. The content of a website is and so we must take care to review all the content to make sure that there are no errors. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, you should test the content, navigation and links to other pages. അപ്പോ ഏതൊക്കെ പേജസ്, നെക്സ്റ്റ് പേജ്, പ്രീവിയസ് പേജ്, all the links need to be tested. Okay, once all the pages of the applications are ready, we can perform integration testing. So നമ്മൾ മൊഡ്യൂൾ ആയിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നു. then after that we do integration testing. അപ്പം ഇത്രയൊക്കെയാണ് ആ ഒരു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്, വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തുള്ളത്. അപ്പൊ അതൊക്കെ നോക്കുക. മെട്രിക്കിന്റെ ഇത് കണ്ടോ, ക്വാണ്ടിഫയബിൾ മെഷർമെന്റ് യൂസ് ടു ആക്സസ് ദ പെർഫോമൻസ്, ഹെൽത്ത് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് ഓഫ് എ വെബ് ആപ്ലിക്കേഷൻസ്. മെട്രിക്സ് എന്ന് പറയുമ്പോൾ സ്പീഡ്, എഫിഷ്യൻസി, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് ഓവറോൾ സ്റ്റെബിലിറ്റി. ഓക്കെ, പെർഫോമൻസ് മെട്രിക്സ് ഉണ്ട്, യൂസർ എക്സ്പീരിയൻസ് മെട്രിക്സ് ഉണ്ട്, പെർഫോമൻസ് മെട്രിക്സിൽ റെസ്പോണ്ട് ടൈം, ത്രൂപുട്ട്, എറർ ടൈം, ഇതൊക്കെ നോക്കാം. ദെൻ യൂസർ എക്സ്പീരിയൻസ്, യൂസർ സാറ്റിസ്ഫാക്ഷൻ, കൺവേർഷൻ റേറ്റ്, ബൗൺസ് റേറ്റ്, ആവറേജ് സെഷൻ ഡ്യൂറേഷൻ, പേജ് വ്യൂസ്, അതൊക്കെ അതിനകത്ത് വരും. ഒന്നോ രണ്ടോ പോയിന്റുകൾ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് മൊബൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. മൊബൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് മൊബൈൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിന്റെ ഒരു ഇന്റർഫേസ് എങ്ങനെയാണ്. ഓക്കെ, സോ ഹൗ വി ക്യാൻ ക്രിയേറ്റ് transition from the design to the coding phase. Okay, what is wireframe? Okay, then അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ സോ ഇപ്പം എന്താന്ന് വെച്ചാൽ we have many because of the എന്നാ പറയുന്നത്, because of the combination of computing power
access to the novel onboard sensors and ease of application transfer to the market has made the mobile devices a new computing platform for business and independent developers. So, ഇപ്പൊ ആൾക്കാര് ഇപ്പൊ കമ്പ്യൂട്ടർ ഒന്നും വേണ്ട, മൊബൈൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പറ്റും, ഡേറ്റ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ പൈസ അടയ്ക്കാൻ പറ്റും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ പല കാര്യങ്ങളും നമുക്ക് എളുപ്പം ഇ കൊമേഴ്സ് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈല് വഴി നമുക്ക് പറ്റും. സോ ദാറ്റ് നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ, അപ്പൊ അവിടെയും ഉണ്ട് പ്ലാനിങ്ങും ഡിസൈനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ യൂസർ ഇന്റർഫേസ് ഈ പറയുന്ന ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരിക്കണം, അതൊക്കെ ഉണ്ട്. ഓക്കെ, സോ അപ്പൊ ഇതിനകത്ത് പഠിക്കുന്നത് ട്രാൻസിഷൻ ഫ്രം ഡിസൈൻ ടു കോഡിംഗ് ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻ. Okay, we need a design, then code, then elements. What are the different elements of mobile applications? Then development of mobile applications. അപ്പം മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിന് മുന്നേ ഡിസൈൻ വേണം, ഡിസൈൻ കോഡ് ആകണം. then what are the different elements of mobile applications and development of mobile application. അപ്പൊ അതിന് മുന്നേ ഇത് കണ്ടോ, അപ്പൊ ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ ഫ്രം ഡിസൈൻ ടു കോഡിംഗ് ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പൊ ട്രാൻസിഷൻ എന്ന് പറയുമ്പം അനിമേഷൻ ആണ്. ഓക്കെ, അതായത് ഒരു എന്നാ പറയുന്നത്, മൊബൈലില് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്ത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കാണുമ്പോഴത്തേക്കിന് ഈ ആപ്ലിക്കേഷൻ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോ എന്നാ പറയുന്നത്, അതിനകത്തെ ബട്ടൺസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്ക്രോൾ ബാർ അല്ലെങ്കിൽ അത് എങ്ങനെ വരണം, അതൊക്കെ ആദ്യം ഡിസൈൻ ചെയ്യണം. ഓക്കെ, സോ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ആനിമേഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എൻ അബ്സ്ട്രാക്ട് ക്ലാസ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഡേറ്റ സ്ട്രക്ചറിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അബ്സ്ട്രാക്ട് ഡേറ്റ സ്ട്രക്ചർ, കോൺക്രീറ്റ് ഡേറ്റ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഈ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഹാവ് എനി സ്ട്രക്ചർ. ഇപ്പൊ നമ്മൾ പറയുന്ന സ്റ്റാക്ക്, ക്യൂ, ഇതിനൊന്നും ഒരു സ്ട്രക്ചർ ഇല്ല. സ്റ്റാക്ക് എന്നാന്ന് ചോദിച്ചാൽ വി ഐഡന്റിഫൈ ഇറ്റ് യൂസിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ലൈക്ക് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ഓർ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓപ്പറേഷൻസ് വെച്ചിട്ട് ക്യൂ ആണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആ രീതിയിൽ വി റെക്കഗ്നൈസ് ഓർ വി ഐഡന്റിഫൈ ദാറ്റ് സ്ട്രക്ചർ ഇൻ ദ നെയിം ഓഫ് ദെയർ ഓപ്പറേഷൻസ്. ഓക്കെ, ലൈക്ക് ദാറ്റ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ടീമാണ് ട്രാൻസിഷൻ. ട്രാൻസിഷൻ മീൻസ്, ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അനിമേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി an abstract class which encapsulate information about the animation to be applied to the user interface elements during a scene change. അതായത് യൂസർ ഇന്റർഫേസിൽ നടക്കേണ്ടുന്ന ആനിമേഷനെ പറ്റിയുള്ള ഒരു അല്ലെ ഹൗ ഇറ്റ് വർക്ക്സ് അതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് എന്ത് ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഒരു ക്ലാസ് ആണ്. ഓക്കെ, so it acts as a controller that coordinate visual changes in the views between the scenes. അപ്പൊ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ഓരോ പേജ് മാറി മാറി പോകുന്നതനുസരിച്ച് ഓരോന്നിന്റെയും ചേഞ്ചസ് അല്ലെ അതിന്റെ വിഷ്വൽ ഇമ്പാക്ട് തരുന്ന ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ് എന്ത് പറയുന്നത്, ട്രാൻസിഷൻ എന്ന് പറയുന്നത്. So two responsibilities of the transition are capture property values, animate the changes. Capture property values എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It records the start and end values of the properties of a view object. അപ്പൊ നമ്മൾ സ്ക്രാച്ചിനകത്ത് ഇപ്പൊ നമ്മള് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അനിമേഷൻ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യം ഒരിടത്ത് കൊണ്ടുവെക്കും, പിന്നെ ജമ്പ് ചെയ്യണമെങ്കിൽ ജമ്പ് ചെയ്യിക്കും. ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ ജമ്പ് ചെയ്ത് ബോൾ പിടിക്കുന്ന ആ ഒരു ഐറ്റമാണ്. അങ്ങനെ അപ്പൊ അതുമാതിരി ഇറ്റ് റെക്കോർഡ്സ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് വാല്യൂസ് ഓഫ് ദ പ്രോപ്പർട്ടി, എവിടെയാണ് ഇരിക്കേണ്ടുന്നത് ആ സംഭവം, ദാറ്റ് ആർ റിലവന്റ് ടു ദ ആനിമേഷൻ. സോ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസിഷൻ ആണ്, ചേഞ്ച് ആണ്, സീൻ ചേഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, these property values are captured before and after the scene change. Okay.
ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ആനിമേറ്റ് ദ ചേഞ്ചസ്. ഓക്കെ, സോ ബേസ്ഡ് അപ്പോൺ ദ, അപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ സീൻ ചേഞ്ച് നമ്മൾ ഇതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ട്രാൻസിഷൻ പ്ലേസ് ആനിമേഷൻ ടു റിഫ്ലക്ട്. സോ ഈ പറയുന്ന വിഷ്വൽ എഫക്ട്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് റിഫ്ലക്ട്സ് ദിസ് ആനിമേറ്റഡ് എഫക്ട് ഓൺ ദാറ്റ് എന്ത് ചേഞ്ച് ആണോ നമ്മൾ വരുത്തുന്നത് ആ സംഭവം അവിടെ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ആനിമേറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി കസ്റ്റം ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Subclasses of transition can define custom animation. Okay, if more child transitions are to be implemented, you can use custom transitions. Transition എന്ന് പറയുമ്പോൾ ഫെയ്ഡിങ് എലമെന്റ്സ് ഇൻ ആൻഡ് ഔട്ട്, ചില സംഭവം ഒബ്ജക്റ്റ് ഒക്കെ ഫെയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സൂം ചെയ്തു വരുന്നു, വേറൊരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് പോകുന്നു, റീസൈസ് ആകുന്നു, ഇതൊക്കെയാണ് യൂസ് കേസസ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ട്രാൻസിഷൻ ഈസ് ലൈക്ക് എ കൺട്രോളർ. ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ലൈൻ ദാറ്റ് ഹെൽപ്പ് മേക്ക് സ്മൂത്ത് ആനിമേഷൻസ് വെൻ സംതിങ് ചേഞ്ചസ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, അപ്പൊ അതാണ് ഇച്ചിരി ഇതായിട്ടുള്ള ഒരു സബ്ജക്ട്, ഒരു ചാപ്റ്റർ ആയത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വലിയ പ്രശ്നമില്ല. ഈ 9ഉം 10ഉം ചാപ്റ്റർ ആണ് ഇച്ചിരി ഒരു ഇതുവരെ കണ്ടതിനകത്ത് ഒരു ഇച്ചിരി ഒരു ഇതായിട്ടുള്ള ഒരു ചാപ്റ്റർ. സോ ട്രാൻസിഷൻ എന്താന്നുള്ളത് മനസ്സിലായി. ആനിമേഷൻ ആണ്. രണ്ട് വാല്യൂസ് ഉണ്ട്, രണ്ട് ജോബ്സ് ഉണ്ട്. ഒന്ന് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ട്രാൻസിഷന്റെ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ജോബ്. ഓക്കെ, അപ്പൊ ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ട്രാൻസിഷൻ ഫ്രം ഡിസൈൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. യു നീഡ് ടു ക്രിയേറ്റ് എ ട്രാൻസിഷൻ. ദാറ്റ് ഈസ് യു നീഡ് ടു ക്രിയേറ്റ് യുവർ ഒബ്ജക്റ്റ്, ട്രാൻസിഷൻ ഒബ്ജക്റ്റ്. ഇപ്പൊ സ്പ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദാറ്റ് സ്പ്രൈറ്റ് ഫ്രം വെയർ ടു ബിഗിൻ വെയർ ടു ഇത്. അപ്പം we need to create a transition object, create a transition of design to coding using wireframes. അപ്പൊ wireframes എന്താണെന്നുള്ളത് അറിയണം. wireframes എന്ന് പറഞ്ഞാൽ ഇതാ സംഭവം. അതായത് ഇപ്പൊ ഒരു കസ്റ്റമറിന് ഞാനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷെ അത് ശരിക്കും റിയലി കാണുന്നത് ഇങ്ങനെയാ കാണുന്നത്. ശരിക്കും ഇത് മെയിലിന്റെയാ ഇങ്ങനെയാ കാണുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ടെംപ്ലേറ്റ്, ഒരു ഡിസൈൻ ചെയ്ത് നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കത്തില്ലേ, അതുപോലെ നമുക്ക് ഇതിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും. സോ ഇതാണ് വയർ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോട്ടോടൈപ്പിംഗ് മൊബൈൽ UI ആനിമേഷൻസ് ടേക്ക് അവർ. നമുക്ക് ഇതിനുള്ള റൂൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാ, അതായത് നമ്മൾ സ്ലൈഡ് ചെയ്യണോ, ഫ്ലിപ്പ് ചെയ്യണോ, ടേൺ ഓൺ, പോപ്പ് എഫക്ട് കൊടുക്കണോ, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇതിനെ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമറിന് ഇത് കൊണ്ടുപോകാം. ഓക്കെ, ആപ്ലിക്കേഷൻ വയർ ഫ്രെയിമിംഗ് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസൈൻ ടെംപ്ലേറ്റിന്റെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇന്റർഫേസ് യൂസർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതിനകത്ത് റീവർക്ക് അവോയ്ഡ് ചെയ്യണം ആൻഡ് ലോഞ്ച് ദ റൈറ്റ് ആപ്പ്. ഓക്കെ, then a final prototype is made to apply. Okay, made for എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണം. ഓക്കെ, അപ്പൊ യൂസർ ഇന്റർഫേസിനെ പറ്റി അത് സംസാരിച്ചത്. then animate layout changes using a transition. അപ്പൊ and Android transition framework allow you to animate all kinds of motion in your user interface by simply providing the starting layout and the ending layout. Okay, so transition namakku from the starting to the ending, what are the animation that to be applied, അതിന്റെ ഒരു layout എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അതൊക്കെയാണ് ലേഔട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ animate layout changes. ഓക്കെ, ചിലപ്പോൾ ഒരു ബേസിക് ലേഔട്ട് കാണുന്നത്, അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് വി ക്യാൻ ഇംപ്ലിമെന്റ് ഡയറക്ട്ലി അപ്ലൈ ടു മൾട്ടിപ്പിൾ പേജസ്. ഓക്കെ, സോ ദ ബേസിക് പ്രോസസ് ടു അനിമേറ്റ് ബിറ്റ്വീൻ ടു layouts are create a scene object, transition object, starting layout and ending layout. Then create a transition object to define what type of animation do you want. എന്ത് തരത്തിലുള്ള അനിമേഷൻ ആണ് വേണ്ടുന്നത്, ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട്, അങ്ങനെയുള്ള സംഭവം. So call transition management to .go എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കിന് and the system runs the animation to swap the layouts. Okay, അപ്പൊ ലേഔട്ട് തമ്മിൽ
ഉള്ള സ്വാപ്പിങ്ങിന് ട്രാൻസിഷൻ മാനേജർ ഡോട്ട് ഗോ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുന്നത്. അപ്പൊ ഇത് ഏത് ഇതിലാണ് ചെയ്യുന്നത്, ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏത് ബാക്ക്ഗ്രൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ബാക്ക് എൻഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നതിനെ ആസ്പദമാക്കിയിരിക്കും ഈ പറയുന്ന ഫംഗ്ഷനൊക്കെ. ഓക്കെ, so this is the starting layout, this is the ending layout. We need to do the animation in between. So transition manager will do the transition. So transition management mate idu dot go, transition manager dot go call cheyumbo applying the animated scene from the starting to the ending layout. Okay, adu avaru elaborate cheyidu vannirukkana. Create a scene. The transitions framework can run animation between starting and ending layout. You can create your scene from a layout resource file. By default ആയിട്ട് നമുക്ക് ഇതുപോലെ scene create ചെയ്യാം. Okay, a scene can also define its own actions that run when you make a scene change. Okay, then create a scene from a layout resource. Okay, you can create a scene instant directly from the layout resource file. But directly we can import a scene instance and you can recreate that instance in multiple pages. Okay, appo adine use cheyna column enna scene.get scene for layout function vilicha mati. Okay, next define layout for the scenes. ഓക്കെ, അപ്പം നമുക്കിപ്പോ ഒരു സെയിം ലേഔട്ട് മൾട്ടിപ്പിൾ പേജസിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ അത് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ലേഔട്ടിനകത്ത് ഒരു ടെക്സ്റ്റും ഉണ്ട്, ഒരു ടെക്സ്റ്റ് ലേബൽ ഉണ്ട് ആൻഡ് എ ചൈൽഡ് ലേഔട്ട്. ഓക്കെ, റിലേറ്റീവ്ലി ലേഔട്ട് ഫോർ ദ ഫസ്റ്റ് സീൻ വിത്ത് 2 ടെക്സ്റ്റ് ഫീൽഡ്. ഇപ്പൊ ആദ്യത്തെ ഇതിനകത്ത് 2 ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്. A related layout for the second scene with the same 2 field in the different order. ഇപ്പം ഫസ്റ്റ് ലേഔട്ടിനകത്ത് 2 ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, പക്ഷെ സെക്കൻഡ് ലേഔട്ടിലും വി ഹാവ് 2 ടെക്സ്റ്റ് ഫീൽഡ് ബട്ട് വിച്ച് ഇസ് ഇൻ 2 ഡിഫറെന്റ് പൊസിഷൻസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. സീനിൽ സ്റ്റോറി ബോർഡ് പോലെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. The example is designed so that all of the animation occurs within the child layout of the main layout for the activity. Okay, it generates scene from the layout. After you create definition, you can obtain a scene for each of them. Okay, this enables you to later transition between 2 UI configurations. To obtain a scene, you need a reference to the scene root and layout resource ID. So, നമ്മുടെ ലേഔട്ടിനകത്ത് ഏത് സീനാണോ യൂസ് ചെയ്തിരിക്കുന്നത് അത് ഒരു സബ് സീൻ ആയിരിക്കും, അല്ലെങ്കിൽ ചൈൽഡ് ലേഔട്ട് ആണ്. അത് മെയിൻ ലേഔട്ടിന്റെ ഐഡിയിൽ കാണും ഏതൊക്കെ ചൈൽഡ് ലേഔട്ട്സ് ആണെന്നുള്ളത്. സോ എന്നാ പറയുന്നത്, അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ റൂട്ട് അല്ലെങ്കിൽ പേരന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഐഡന്റിഫൈ ഈച്ച് സീൻ. ഓക്കെ, അപ്പൊ അതാണ് എന്താ ജനറേറ്റ് സീൻ ഫ്രം ദ ലേഔട്ട്. Then create a scene in your code. You can also create a scene instance in your code from a view group object. Okay, അപ്പൊ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്രിയേറ്റ് സീൻ ഉണ്ടാക്കാൻ പറ്റും, സീൻ ഇൻസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മള് C++ അല്ലെ ജാവയിലൊക്കെ നമ്മള് ഒബ്ജക്റ്റ് ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നത് പോലെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഒരു കൺസ്ട്രക്ടർ ആണല്ലോ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. We need to create a scene instance in your code from a view group object. We have a view group object. From there we can create a scene instance. So calling this constructor is equivalent to calling the scene.getScene for layout function when you have already inflated a layout file. Next, create scene actions. Okay, so the animate views that are not in the same hierarchy. You can animate views for both the starting and ending scenes using exit and entry scene actions. Animate views that the transition framework cannot animate automatically, such as list view objects. ഇതിനകത്ത് കുറച്ച് സംഭവം ഉണ്ട് that cannot be automatically animated, but some can be automatically animated. Exit, entry, to provide custom scene actions, define your action as runnable objects and pass them to the code. Scene.set exit action, scene.set enter action. നമുക്ക് ചിലപ്പോൾ ഒരു ബട്ടൺ ആയിരിക്കും, അല്ലെ ഒരു
ഇതായിരിക്കും, ഒരു ലേബൽ ആയിരിക്കും. അപ്പൊ ആ ലേബല് എങ്ങനെ വരണം, എങ്ങനെയാണ് ആ ലേഔട്ടിനകത്ത് കാണേണ്ടുന്നത് എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളൊരു ഇത് ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ബാക്ക് എൻഡിൽ നമുക്ക് കോഡ് എഴുതി കൊടുക്കാൻ പറ്റും. ആക്ഷൻ ബട്ടൺ ആക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഇത് എന്ത് ചെയ്യണം, ബട്ടൺ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള custom specific കൊണ്ട് we can create scene instance by using a particular code. അങ്ങനെ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും. Okay, then apply the transition. അപ്പം enter transition, exit transition, shared elements, shared. അപ്പൊ enter transition determine how views in an activity enter the scene. Explode enter transition. Views enter the scene from the outside and fly in towards the center of the screen. നമ്മൾ ഈ പവർ പോയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതാ അല്ലെ, ഈ ആൽഫബറ്റ്സ് അല്ലെ ടെക്സ്റ്റ് ഒക്കെ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ എൻട്രി ചെയ്യുന്ന, ഫ്ലൈ ചെയ്ത് വരുന്നത്, ഫ്ലൈ ചെയ്ത് പോകുന്നത്, കുറെ ബോക്സസ് ആയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇതായി പോകുന്നത്, ഫെയ്ഡ് ആയി പോകുന്നത്, അങ്ങനെ. അപ്പൊ അത് എൻട്രൻസ് എങ്ങനെയാണ്, എക്സിറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് മൊബൈൽ ആപ്ലിക്കേഷന്റെ കാര്യം പറയുന്നത്. A shared element transition determines how views that are shared between two activity transitions between these activities. But if two activities have the same image in different positions and sizes, change image transformed എന്ന് പറയുന്ന function helps in sharing this. Shared element transition translates the scale the image smoothly between these two activities. If two activities are using the same image, ചേഞ്ച് ഇമേജ് ട്രാൻസ്ഫോം ഫംഗ്ഷനെ കോൾ ചെയ്താൽ എന്ത് ചെയ്യാം, ഇതിന്റെ ആക്ടിവിറ്റി നമുക്ക്, അല്ലെങ്കിൽ ഈ രണ്ട് ആക്ടിവിറ്റിക്ക് ഇടയ്ക്ക് ഇതിന്റെ ട്രാൻസിഷന്റെ ഇത് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഹൗ ടു യൂസ് ആൻഡ്രോയിഡ് വയർ ഫ്രെയിം എഫക്റ്റീവ്ലി. അപ്പം വയർ ഫ്രെയിം ഇതിനകത്ത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞ മുമ്പേ കാണിച്ച സെയിം സാധനം എന്നോട് പറയുകയാണ്. ഡിസൈൻ ടു ട്രാൻസിഷൻ ഫ്രം ഡിസൈൻ ടു കോഡിംഗ് ഇൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഇൻവോൾവ് translating the visual mockups and user interface into functional code. Okay, so this include back-end development, front-end development, and potentially use cross-platform framework. Okay, so back-end, front-end, develop right? And understanding the project activities, application understanding, we have to design user interface or user experience design. Okay, and you have to choose which programming language you are using and which database you are using. Okay, so transition, understanding the project, back-end development, coding, testing, deployment, idakku venam. Okay, adu venam. Transition main aayittu nammal animation aanu parayunnathu. Okay, then what are wireframes? Okay, wireframes on another, it is actually a visual blueprint or sketch of a user interface. And you can sketch. They represents a layout, structure, and functionality of a web page or app screen without focusing on the design elements like colors or graphs. Now, this is a blueprint, this is a design. Okay, so in the wireframe, you requirement correct. Visualize the user flow, എങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ, എങ്ങനെയാണ് സീൻ ചേഞ്ച് ചെയ്യുന്നത്, അനിമേഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് മെനു ബട്ടൺ വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു പേജിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, കൊളാബറേഷൻ ബിറ്റ്വീൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ കൊളാബറേഷൻ ബിറ്റ്വീൻ ഡിസൈനേഴ്സ്, ഡെവലപ്പേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആക്ട് ആസ് എ ബ്ലൂ പ്രിന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇംപ്ലിമെന്റേഷൻ. So in the transition process, you have to understand the wireframe, mapping the components to the code, creating design specification, choosing the tech stack, building UI components, implementing the functionality, testing and feedback. Okay, appo idokke undu adakeyana use. Wireframe helps in both the development team and the client. Client inu manasilavum, development team ine appo client ine correct aayittulla modifications wireframe il parayan pattum, so that developers easy aayittu adu implement cheyanum pattum. So it helps in the production quickly and easily and make no hesitation for a discard and a rework.
So in a wireframe, instead of showing any actual content, we can replace a large chunk of text. അപ്പൊ നമുക്ക് ഇവിടെ ചുമ്മാ കണ്ടന്റ് ഒന്നും ആക്ച്വൽ ആയിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. ചുമ്മാ ഒരു ഇത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ കണ്ടന്റ് വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, പിന്നെ കമ്പനി ലോഗോ ഇവിടെ വരും, അങ്ങനെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് ബിഗിൻ എ കൊളാബറേറ്റീവ് ഡിസൈൻ പ്രോസസ്. ഓക്കെ, അപ്പം ഒരു ഡിസൈൻ സ്റ്റേജിൽ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് ആയിരിക്കും. അതായത് they often find that clients like different parts of each concept. The button from this one, colors in that one. So this will be collaborated together. ആ കളറുള്ള ആ ബട്ടൺ യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്, സബ്മിറ്റ് ബട്ടൺ അല്ലെങ്കിൽ ഗോ ടു ബട്ടൺ, പ്രീവിയസ് ബട്ടൺ, നെക്സ്റ്റ് ബട്ടൺ, അതിനൊക്കെ ഒരു കൊളാബറേറ്റീവ് സ്റ്റൈലിംഗ് കൊടുക്കാൻ പറ്റും. This gives us a finalized visual design which can be combined with user experience flow to create a working prototype. Okay. Next, benefits of using wireframe. നേരത്തെ പറഞ്ഞു, ക്ലാരിറ്റി കിട്ടും, ഈസി കൺസിഡറേഷൻ ഓഫ് യൂസബിലിറ്റി, എൻഗേജ്ഡ് ക്ലയൻസ്, കോസ്റ്റ് എഫിഷ്യൻസി വേറെ കുറച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നെറ്റിൽ നിന്ന് എടുത്തത്. Wireframing is easy to create and edit. It is an inexpensive way to create basic screen sketches. It also make tweaking or even overhauling stretches simply and inexpensive. Okay, next, elements of mobile applications. Elements ഏതൊക്കെയാന്ന് വെച്ചാൽ product strategy. So the first component of successful mobile application is thorough product strategy that solves your immediate business goals and address long-term growth opportunities. So നിങ്ങളുടെ ബിസിനസ് ഗോൾസ് എന്തൊക്കെയാണ്, ലോങ് ടേം ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ്, ഇതൊക്കെ പ്രതിപാദിക്കണം. പ്രൊജക്ട് അനാലിസിസ് ടെക്നിക് ഒക്കെ യൂസ് ചെയ്യണം. And comprehending what your application needs to deliver. Okay, user interface design is important so that it should look in a decent and useful manner. And screen resolution, നമ്മൾ ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്കിന് എല്ലാ മൊബൈലിലും അത് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് സ്ക്രീൻ റെസൊല്യൂഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യണം, സ്ക്രീൻ സൈസ് ആൻഡ് റെസൊല്യൂഷൻ. Then graphics has to be appealing ആയിട്ടുള്ള ഗ്രാഫിക്സ് യൂസ് ചെയ്യുക. യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ, ഓക്കെ, ഡിസൈൻ അടിപൊളിയായിരിക്കണം. അങ്ങനെ അതൊക്കെ അത്രയൊക്കെ ആണ് ആ ചാപ്റ്ററിനകത്തുള്ളത്. ഇനി അടുത്തത് അപ്രോച്ചസ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് മൊബൈൽ ആപ്പ്. ഇത് വെരി ഇമ്പോർട്ടന്റ്, ഇത് സ്കിപ്പ് ചെയ്യരുത്. 10.4 ഇതുവരെ ഉള്ളതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരുന്ന ടേം ട്രാൻസിഷൻ, then വയർ ഫ്രെയിം, then അനിമേഷന്റെ ഇത് ട്രാൻസിഷന്റെ ആ രണ്ട് ജോബ്സ്, അനിമേഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അപ്രോച്ചസ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻ, നേറ്റീവ് ഉണ്ട്, ക്രോസ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, റാപ്പിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ, then പ്രോഗ്രസീവ് വെബ് ആപ്ലിക്കേഷൻ. ഇത്രയാണ് ടൈപ്സ് ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻ അപ്രോച്ചസ്. ഓക്കെ, അതിനകത്ത് നേറ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം സ്പെസിഫിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുക. ഓക്കെ, നേറ്റീവ് ആപ്ലിക്കേഷൻ ഈസ് എ യൂസ് ഓഫ് പ്ലാറ്റ്ഫോം സ്പെസിഫിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഓഫേർഡ് ബൈ ദ OS പ്രൊവൈഡേഴ്സ്. ഓക്കെ, അതായത് iOS ആണെങ്കിൽ ഇന്ന ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇന്ന ലാംഗ്വേജ്, ഇന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ്, അതൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. Okay, if planning an application for iOS, these applications will be developed separately for each platform with the use of completely different technology stack. So, depending upon the OS, if it is iOS or if it is Android, platform-specific kits or language or things are to be used. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ് ഓവറോൾ they have best performance, platform specific 100% support of OS features,
ടോട്ടൽ ആക്സസ് ടു ഹാർഡ്വെയർ റിലേറ്റഡ് ഫീച്ചേഴ്സ് ഇതൊക്കെ നോക്കണം. നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ് സി ഓർ C++, സ്വിഫ്റ്റ്, പിന്നെന്താണ് ആപ്പ് കോഡ്, ആപ്ലെക്സ് കോഡ്, കോട്ലിൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് in comparison to Java, which performs better, run on multi-platform, concise and secure code. അപ്പൊ അതൊക്കെ ജസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതൊക്കെ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ള പറയുന്നത്. നെക്സ്റ്റ് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് എഴുതുക. അതിനുശേഷം ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് റൺ ഓൺ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ്. ഓക്കെ, so this is a solution to the native development, that is creating special application for each mobile platform is not needed here. It can be used in cross-platform. It allows to deliver applications across multiple platforms simultaneously. Okay, next hybrid application development എന്ന് പറയുന്നത് it is actually a blend of native and web applications. In a computing device, native applications are installed for a certain program, but to run web applications, multiple frameworks are available over the internet. So hybrid apps are often mentioned in the context of mobile computing. Okay, advantages നോക്കോളൂ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, റാപ്പിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, RMAD. സോ റാപ്പിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് റാപ്പിഡ് ഡെവലപ്മെന്റ് ആണ്. വിത്തിൻ specific time or in a short span of time they create a cross platform application. Okay, so it involves the usage of specific code free or low code development tools so that it will be more faster to implement. Okay, so there is little planning, initial prototyping, recyclable or subjectable software components, and the use of adaptive process. Okay, so advantages നോക്കുക. Secure, works online and offline, good backend integration, അതൊക്കെ അത്രയൊക്കെയാണ്. Then progressive web applications are the future of the world. It merges the web world and the native web world. It like web applications that are making everyone lives much easier. Okay, advantages: easy application maintenance, they use of a single code base, mobile friendly, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നേറ്റീവ്, ക്രോസ് പ്ലാറ്റ്ഫോം, ഹൈബ്രിഡ്, റാപ്പിഡ് ആപ്ലിക്കേഷൻ, ദെൻ PWA, പ്രോഗ്രസീവ് വെബ് ആപ്ലിക്കേഷൻ. അതൊരു essay ആയിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്.